വിജയത്തിലേക്കുള്ള പ്രയാണ പഥത്തിലാണ് നമ്മൾ. മുന്നിലെ വഴിത്താരയിൽ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുന്നവരെ, പ്രതിബന്ധങ്ങളുടെ അലമാലകൾ തീർക്കുന്നവരെ, ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ റാഗിംഗ് നടത്തി മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ വെല്ലുവിളികൾ തീർക്കുന്നവരെ, ഞങ്ങൾക്ക് നിങ്ങളോടൊന്നു പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? താലോലത്തിന്റെ താരാട്ട് തൊട്ടിലേക്ക് പിറന്നു വീണ പാർട്ടിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പിറവിയുടെ പ്രഭാതത്തിന്റെ തൊട്ടുതലേന്ന് രാത്രി ഈ രാജ്യത്തിന് ഒരു വില നിശ്ചയിച്ച് ഇന്ത്യയെ എനിക്ക് തരുമോ എന്ന് ചോദിച്ച മോത്തിലാലിന്റെ മകൻ സാക്ഷാൽ ചാച്ചാജി ജവഹർലാൽ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, രാജ്യം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ, ദാർശനികൻ, നെഹ്റുവിന്റെ ഗരിമയിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസം? നെഹ്റു ചിരിച്ചാൽ ഇന്ത്യ ചിരിക്കും, നെഹ്റു കരഞ്ഞാൽ ഇന്ത്യ കുലുങ്ങും. അതായിരുന്നു ഇന്ത്യയുടെ തത്വം. മദ്രാസിലേക്ക് പറഞ്ഞയച്ചു നെഹ്റു ആരെ? തന്റെ പാർട്ടി ആഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയല്ല, കോൺഗ്രസ് ആഫീസിലെ LD ക്ലർക്കിനെയല്ല, നെഹ്റുവിന്റെ പേഴ്സണൽ സ്റ്റാഫിന് മെമ്പറെയല്ല, മൗണ്ട് ബാറ്റൺ. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ക്ലാസ് മുറിയിലെ ചരിത്രാധ്യാപകൻ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ അന്ത്യഘട്ടം പറയുമ്പോ, സ്വാതന്ത്ര്യത്തിന്റെ പുലരിയെക്കുറിച്ച് പറയുമ്പോ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ പേര് കേട്ടിട്ടില്ല നിങ്ങൾ? മദ്രാസിലെ നഗരപ്രാന്തത്തിൽ മൗണ്ട് ബാറ്റൺ പ്രഭു പതുങ്ങി പതുങ്ങി നടന്നു. മൗണ്ട് ബാറ്റൺ അന്വേഷിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെയാണ്. ആരാണ് ആ രാഷ്ട്രീയ നേതാവ്? തുർക്കി തൊപ്പിയിട്ട മനുഷ്യൻ, വട്ടക്കണ്ണട വെച്ച മനുഷ്യൻ, നീളം താടിയുള്ള മനുഷ്യൻ, നീളം കോട്ടുള്ള മനുഷ്യൻ, സൗമ്യനായ മനുഷ്യൻ, പാതിരാവുകളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ മുസല്ലയിൽ പ്രണാമം ചെയ്ത് അല്ലാഹു തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അല്ലാഹുവേ, ഈ ഉമ്മത്തിന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അനാഥമാക്കപ്പെട്ട സമുദായത്തെ സനാഥമാക്കാൻ പ്രതിജ്ഞയെടുത്ത മനുഷ്യൻ. പേര് മറ്റൊന്നല്ല, ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ. മദ്രാസിലെ, തമിഴ്നാട്ടിലെ ദാരിദ്ര്യത്തിന്റെ കുടിലിൽ ദയാമൻസിലിന്റെ വറുതിയിൽ ജനിച്ച മനുഷ്യൻ. ഖായിദ മില്ലത്തിനെ തേടിയിട്ടാണ് മൗണ്ട് ബാറ്റൺ പോകുന്നത്. പോകുന്ന മനുഷ്യന്റെ പ്രൊഫൈൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പ്രൊഫൈലാണ്. പോയ മനുഷ്യനെ പറഞ്ഞയച്ച മനുഷ്യന്റെ പ്രൊഫൈലോ ഇന്ത്യ രാജ്യത്തെ കന്യാകുമാരി മുതൽ കശ്മീരം വരെ പരന്നുകിടക്കുന്ന ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിന് വിലയിടാൻ ത്രാണിയുണ്ടായിരുന്ന മോത്തിലാലിന്റെ മകൻ നെഹ്റുവാണ്. പറഞ്ഞയച്ചവന്റെ പ്രൊഫൈലും മോശമല്ല, പറഞ്ഞയക്കപ്പെട്ട ദൂതന്റെ പ്രൊഫൈലും മോശമല്ല. എന്തായിരുന്നു മിഷൻ? ഖായിദ മില്ലത്തിനോട് സിമ്പിൾ റിക്വസ്റ്റ്, ജെന്റിൽമാൻ റിക്വസ്റ്റ്. എന്താണ്? കൈൻഡ്ലി ഡിസ്പോസ്, IUMN. മിസ്റ്റർ ഇസ്മായിൽ, let me say and let me delegate Jawaharlal Nehru, kindly dispose IUMN. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ പിരിച്ചുവിട്ടേക്കണം. ആരാ പറയുന്നത്? മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരത്തിന് അനുമതി തരില്ല എന്ന് പറയുന്ന പോലീസ് ഏമാനന്മാരുടെ കാക്കി വേഷത്തിന്റെ മുമ്പിൽ ഈ പച്ചപ്പതാകയെ പണയപ്പെടുത്താതെ മലപ്പുറത്തിന്റെ മണ്ണിൽ അനുസരിക്കാൻ മനസ്സില്ല കാക്കി വേഷക്കാരാ എന്ന് പറഞ്ഞ് പടനയിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ കാലം. ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. കാക്കിയുടുപ്പിട്ട പോലീസുകാരന്റെ കാക്കി വേഷത്തിന്റെ മുമ്പില് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപന്മാരുടെ പട്ടാള ബൂട്ട്സിന്റെ ചടപട ശബ്ദത്തിന്റെ മുമ്പിൽ ഈ അർദ്ധചന്ദ്ര താരാങ്കിതമായ പച്ചപ്പതാകയെ ഞങ്ങൾ പണയപ്പെടുത്തിയിട്ടില്ല. ഇന്നലെയുടെ ചരിത്രം പറയും ഇത്. ഹിസ്റ്ററി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ദ പവർഫുൾ പേഴ്സണാലിറ്റീസ്. ചരിത്രം എന്ന് പറയുന്നത് കരുത്തന്മാരായ ചരിത്രകാരന്മാരുടെ ചരിത്രമാണ്. ഇഫ് യു ടീച്ച് മീ the 10 powerful personalities of the world, then I will teach you the whole history of the world. നിങ്ങൾ എനിക്ക് 10 ചരിത്ര പുരുഷന്മാരുടെ കഥ പറഞ്ഞു തരുമോ? എങ്കിൽ വിശ്വം മുഴുവൻ പരന്നുകിടക്കുന്ന ചരിത്രത്തെ ഞാൻ പറഞ്ഞു തരാം. മൈക്രോബയോളജി പഠിക്കുന്ന വിദ്യാർത്ഥി, ബയോടെക്നോളജി പഠിക്കുന്ന ചെറുപ്പക്കാരാ, ബയോ ഇൻഫർമാറ്റിക്സും ബിടെക്കും എംടെക്കും BDSും MDSും ചെയ്ത് ചോർന്നൊലിക്കാത്ത സ്കൂളിന്റെ തിമർത്തു പെയ്യുന്ന മഴയത്ത് സ്കൂളിന്റെ ഇറയത്ത് കയറി നിൽക്കാൻ മടിച്ച വല്യാപ്പയുടെ കയ്യില്, വല്യാപ്പയുടെ പേരക്കുട്ടിയുടെ കയ്യില്
ബിടെക്കിന്റെയും എംടെക്കിന്റെയും സിലബസ് കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ കോളേജിൽ പോയി, പന്തല്ലൂരിൽ വില്ലേജിൽ വന്ന് സ്കൂളിന്റെ സിലബസ്, കോളേജിന്റെ അസൈൻമെന്റിന്റെ പുസ്തകത്തിന്റെ റെക്കോർഡ് കയ്യിലുണ്ടായതിന്റെ ജാടയിൽ ലീഗ് പാർട്ടിയുടെ പതാക കാണുമ്പോ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ പാന്റിന്റെ വേസ്റ്റ് താത്തിയെടുത്ത് അണ്ടർവെയറിന്റെ ബ്രാൻഡ് കാണിച്ച് ഷൂസിന്റെ അടിയിൽ കൂടെ ജീൻസ് ചവിട്ടിപ്പിടിച്ച് പോകുന്ന ന്യൂ ജനറേഷൻ. അറിയുമോ നിനക്ക് നിന്റെ ഭൂതകാലം? അഗസ്റ്റി കോംറ്റയെ പഠിച്ചോ? ലോകത്തിലെ ചരിത്രകാരന്മാരെ പഠിച്ചോ? നിങ്ങൾ നിങ്ങളുടെ വല്യപ്പയെ അന്വേഷിക്കുക. നിന്റെ ഫേസ്ബുക്കിന്റെ വാട്സാപ്പിന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതിന്റെ മുമ്പേ സ്വന്തം ചിത്രത്തിൽ അഭിരമിച്ച് തന്റെ കവർ പേജിന്റെ, തന്റെ പ്രൊഫൈൽ പിക്ചറിന്റെ കമന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, ഞങ്ങൾ ഈ പാർട്ടിയുടെ പതാകയുടെ ഇന്നലകൾ ചൂണ്ടിക്കാണിക്കട്ടെ. പന്തല്ലൂരിലെ വില്ലേജിലെ ഈ അങ്ങാടിയുടെ പോസ്റ്റിൽ തൂങ്ങിയാടുന്ന പതാകയുണ്ടല്ലോ, അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപന്മാരുടെ മുമ്പിൽ ശിരസ്സു നമിക്കാത്ത കൊടിയടയാളമാണ്. ഈ നിലാവിന്റെ നക്ഷത്രം, ഈ നിലാവിന്റെ ചന്ദ്രകല. പുതിയ തലമുറയോട് പറയട്ടെ, ഇന്നലെയുടെ മഴയിൽ പൊട്ടിമുളച്ച പാറ്റകളെപ്പോലെ ദുർബലമായ STPI അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്നലെയുടെ മഴയിൽ പൊട്ടിമുളച്ച പുൽനാമ്പിനെ പോലെ ദുർബലമായ വെൽഫെയർ പാർട്ടിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അഗ്രഹാര ജയിലിലെ പോലീസുകാരന്റെ കയ്യാമത്തിന്റെ കിലുക്കം കേട്ടപ്പോ ബദറിന്റെ ഉഹുദിന്റെ കഥ പറഞ്ഞ് രാഷ്ട്രീയം സംഘടിപ്പിച്ച് കേരളത്തിന്റെ ശ്മശാനത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് കേരളത്തിന്റെ പൊളിറ്റിക്കൽ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ അന്ത്യശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന PDP അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പട്ടാള ബൂട്ട്സിന്റെ ശബ്ദങ്ങൾ കേട്ടുവന്ന നമ്മൾ, ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന പീരങ്കിയുടെ മുഴക്കങ്ങൾ കേട്ട ഞങ്ങൾ മഹാനായ CH പ്രസംഗിക്കുമ്പോ സ്റ്റേജിന്റെ മുന്നിലെ സദസ്സിന്റെ മുന്നിൽ CHന്റെ പ്രസംഗം എഴുതിയെടുക്കുന്നു. നോക്കിയ